വാണിയമ്പലം അങ്ങാടിയിൽ കാൽനടയാത്രക്കാർക്കും വ്യാപാരികൾക്കും ഇപ്പോൾ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങാടിയോട് ചേർന്നുള്ള റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇപ്പോൾ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഹോട്ടൽ മാലിന്യം അടക്കമുള്ളവയും ഇവിടെ തള്ളുന്നതായാണ് ആക്ഷേപം. അങ്ങാടിയോട് ചേർന്നുള്ള ഓട്ടോ സ്റ്റാൻഡ് പരിസരം മുഴുവനായും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഈ ദുരവസ്ഥ. ടൗണിന്റെ ഓരത്ത് ഓട്ടോ സ്റ്റാൻഡിന് പിൻവശത്ത് റെയിൽവേ സ്ഥലത്ത് മാലിന്യം കൊടുത്ത് തള്ളുകയാണ്. അധികൃതർ എല്ലാ നിലക്കും മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ പുറത്തുനിന്ന് എവിടെ വന്നാണ്ട് നിരന്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ കടകളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്ത് തള്ളുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്തൊരു രീതിയാണ് ഇതിനുള്ളത്. വാസനിച്ചിട്ട് ഇവിടെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് തക്കതായ ഒരു നടപടി അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. തീർച്ചയായിട്ടും പഞ്ചായത്തൊക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ട് CCTV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം നടപടികളെ കർശനമായിട്ട് നടപടി എടുക്കണം. ഇത് മാതൃകാപരമായി തന്നെ ഇവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത്. പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യണമെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ്, വാണിയമ്പലം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.